അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഏത്? ആദ്യത്തേതും അവസാനത്തേതും. എന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലേ നിനക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? കല്യാണച്ചക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാൾ പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ, വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ. ആഹാ മുടുക്കനായിപ്പ. ഇതേതാ ആരായിവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുക. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവിടെ മക്കളെ. സമയം കളാതെ അകത്തേക്ക് ഒന്നും ആയിട്ടില്ല. രാഹുവാനം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന്. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. ജാതകം ഒത്തു വന്ന 56ാമത്തെ പെണ്ണിനാ എത്ര രാജ്യത്ത് നോക്കി, അവസാനമല്ലേ അറിയണത് എന്റെ വാരിയിൽ കിടക്കുന്നത് കന്നഡ കള്ളിയിലാണെന്ന്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. രാജാവോ? ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? പിന്നെ ഉമ്മാരുടെ കൂടെ കൂടാനോ ഉമ്മാരെ കണ്ട് പഠിക്കാനോ ശ്രമിക്കരുത്. ജന്മം തളഞ്ഞു പോവും. കല്യാണത്തിനല്ലേ എല്ലുപടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വേഗം വന്നേ. വരിയല്ലേ? സമയം എന്തായെന്നറിയോ? എത്രയെങ്കിലും ആവട്ടെ. വേഗം. ഞാൻ പുറകിലിരുന്നോളാം. ഞാനാ മണവാളൻ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടിരാലോ. ഒന്ന് തുറന്നേ. വലിച്ചു പറിച്ചെടുക്കുവോ ഇതൊക്കെ? പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. അതെ വേഗം വിട്ടോ. ഒരു കാടിറങ്ങി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. അളിയോ താനാരാ? അളിയൻ. അളിയോ താനാരാ വിളിക്കണേ? അളിയനെ. അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. എന്താ ഇത്? വണ്ടി ഈ കാടും പറഞ്ഞൊക്കെ എന്തിനാണ് ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. മധു മധു മധുമതിയേ കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ല. ഈ അളിയന്റെ തമാശ. അളിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാറ്റിനെ പറ്റിയുള്ള ടോക്ക്. ഒപ്പിട് എല്ലാം പറഞ്ഞുതരാം. എന്താണ് ഇത്? പറഞ്ഞുതരാം. ഇങ്ങോട്ട് ഒപ്പിടറി. ഇനി ആരാ വേണ്ട? സാക്ഷി. എന്തായി കാണിക്കുന്നത്? പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്ക് മാല എല്ലാം അവിടെ ചെന്ന് ഊരാം. ധൃതി വെക്കല്ലേ. സെൽഫി എടുത്തെടുത്ത് അവളുടെ ഫേസ് ഇങ്ങനെയായി. സെയിം ഫേസ് എവറി പ്ലേസ്. രതീഷ് എഴുന്നേക്ക്. രതീഷ് രതീഷ് ഞാൻ വിളിക്കുന്നത്. ഇങ്ങനെ അവിടെ തുടങ്ങാമോ? മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. ഇത് കിട്ടണം. ഏത് കല്യാണത്തിനും കാണാം കുറെ യോയോയും കൂളിംഗ് ഗ്ലാസും.
ഈ മാതിരി പണിയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടുപോകണോണ്ട. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ചേട്ടാ സാമ്പാറ് നല്ല രസം. ഇത്തിരി രസം കഴിക്കും. പഴയതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. ഉണ്ട് സാധനം. എന്താണ്? ഒന്നുമില്ലേ? ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. വസു, തോട്ട് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെങ്കിൽ തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, തൊപ്പട്ടനമായി. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി